അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സി.എച്ച്. മുസ്തഫയുടെ ദാരിദ്ര്യത്തിനെതിരിലുള്ള അടങ്ങാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ നുരഞ്ഞു പോകുന്ന വിരോധം, ദാരിദ്ര്യം അകറ്റിയിട്ടേ ഇനി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ദാരിദ്ര്യത്തെ പുകഴ്ത്തി പറയാൻ പാടില്ല, സമ്പന്നതയെ വേണം പുകഴ്ത്തി പറയാൻ. കാരണം സമ്പന്നത ഉണ്ടെങ്കിലേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ദാരിദ്ര്യം വിഭാടനം ചെയ്യുകയും സമ്പന്നത വളർത്തുകയും ചെയ്യണം. മുസ്ലിം സമൂഹം പിന്നാക്കം പോകാൻ രാഷ്ട്രീയ ശാസ്ത്രരംഗത്ത്, സാഹിത്യരംഗത്ത്, കലാരംഗത്ത് ഒക്കെ പിന്നാക്കം പോകാനുണ്ടായിട്ടുള്ള കാരണം ആരാണ്? അത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ മാത്രമുള്ള പുരോഹിതന്മാരല്ല, സഹാബിമാർ തൊട്ട് ഇങ്ങോട്ടുള്ള പുരോഹിതന്മാരൊക്കെ അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് ഈ പുരോഹിതന്മാരെയൊക്കെ മാറ്റി നിർത്തി പൗരോഹിത്യത്തിന് വിരുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി, മുക്തമായി, സ്വാതന്ത്ര്യം നേടി, തീർത്തും പൗരോഹിത്യത്തെ വലിച്ചെറിയുന്ന ഒരു പൊതു തലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനുപയുക്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതിന് പറ്റിയ പ്രസംഗങ്ങളായിരിക്കണം നമ്മൾ നടത്തുന്നത്. അത് ജുമാ ഖുത്ബ ആയാലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതാണ് മുസ്തഫ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജുമാ ഖുത്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസംഗത്തിൽ നമുക്കറിയില്ല അദ്ദേഹം ജുമാ ഖുത്ബയാണോ നടത്തുന്നത്, എവിടെ നിന്നാണ് നടത്തുന്നതെന്നൊന്നും. ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, അങ്ങനെ ജുമാ ഖുത്ബ എങ്കിലും നടത്തുന്നുണ്ടല്ലോ നമുക്ക് സമാധാനിക്കാം. പക്ഷെ അതും യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ. ഖുർആനിലെവിടെയും ജുമാ ഖുത്ബ നടത്തണമെന്ന് നമ്മൾ പറഞ്ഞു കാണുന്നില്ല. അവിടെ ആകെ പറഞ്ഞത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, വെള്ളിയാഴ്ച വാങ്ക് കേട്ടാൽ നിങ്ങൾ അള്ളാഹിൻ്റെ ദിക്റിലേക്ക് പോകണം. ഈ ദിക്റിൽ നമസ്കാരം പെടുമോ, അതുപോലെ ഖുത്ബ പെടുമോ? അന്ന് നമുക്ക് ഖുർആനിൽ എവിടെയും കിട്ടൂല. ഹദീസാണെങ്കിൽ പ്രമാണവുമല്ല. പിന്നെ ഖുത്ബൻ്റെ ഇടയിലുള്ളൊരു ഇരുത്തുണ്ട്, അത് എവിടെ നിന്ന് കിട്ടിയാവോ? അപ്പോൾ അതിനൊക്കെ മൂപ്പർക്ക് ന്യായീകരണം ഉണ്ടാവും. ആയിക്കോട്ടെ, ആ ന്യായീകരണം നമുക്ക് അനുവദിച്ചു കൊടുക്കാം. കാരണം അയാൾക്കും വേണമല്ലോ ജീവിക്കാം. ഇവിടെ ഹദീസിനെ ദാരിദ്ര്യത്തെ വിമർശിച്ചുകൊണ്ട് പൗരോഹിത്യമാണ് ദാരിദ്ര്യത്തെ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവർ മൂലധന ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂലധന ശക്തികൾ എന്നുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കടമെടുക്കുമ്പോൾ പോലും ഈ പുരോഹിതൻ്റെ പിന്നിൽ ആരാണുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പിടികൂട്ടിയിട്ടുള്ളത് ചില ഹദീസുകളാണ്. അതിലൊന്ന് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള അടയാളങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. ഹദീസ് ജിബ്രീൽ എന്നാണ് ഹദീസിന് പറയാറുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ ഇതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു. തുടർന്ന് അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കാമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്കൊട്ടും വിവരമില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ രണ്ടാളും ആ സംഗതിയിൽ തുല്യരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്. ഇവിടെ ഈ ഹദീസ് കെട്ടുണ്ടാക്കിയപ്പോൾ ഈ കെട്ടുണ്ടാക്കിയ ആളുകൾക്ക് എന്താ ഇങ്ങനെ തോന്നിയതെന്നൊന്നും ചോദിച്ചു പോകരുത്. കാരണം കഥയിൽ ചോദ്യമല്ലല്ലോ. കാരണം ജിബ്രീലിന്
ഈ കെട്ടുണ്ടാക്കിയ ഹദീസിൽ അന്ത്യദിന സമയത്ത് സംഭവിക്കും എന്ന് പറയാൻ ഹദീസ് കെട്ടുണ്ടാക്കിയിട്ട് ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. ഒരു 1500 കൊല്ലമെന്നോ 2000 കൊല്ലമെന്നോ ഒക്കെ അന്ന് പറഞ്ഞേക്കാം. എന്തായിരുന്നാലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ത്യദിനം സംഭവിക്കില്ല എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അത് എന്തുകൊണ്ട് അവർ പറയാതെ പോയത് എന്നുള്ളത് അറിയില്ല. ഏതായാലും പറഞ്ഞിട്ടില്ല. അവർ ഹദീസ് കെട്ടുണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ ചോദ്യകർത്താവിനേക്കാൾ ചോദിച്ച ആൾക്ക് ഇതിൽ വിവരമില്ല എന്നാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ചില അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അന്തറൽ ഹുഫാത്തൽ ഉറാത്ത എന്ന് പറഞ്ഞിട്ട് നബി ഹദീസിലുണ്ട്. അത് കെട്ടിണ്ടാക്കിയ ഹദീസാണല്ലോ. നഗ്നപാതരായിട്ടുള്ള ഉടുതുണിക്ക് മറുതുണില്ലാത്ത ഇടയന്മാരായിട്ടുള്ള ആളുകൾ യതതാവലൂന ഫിൽ ബുന്യാൻ, അവർ വലിയ വലിയ സൗധങ്ങൾ കെട്ടിണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദരിദ്രരായിട്ടുള്ള ആട്ടിടയന്മാരായിട്ടുള്ള ആളുകൾ, ചെരുപ്പിടാനില്ലാത്ത ഉടുതുണിക്ക് മറുതുണില്ലാത്ത ആളുകൾ ആ ദാരിദ്ര്യത്തെ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കണതെന്നാ. അവരുടെ ബുദ്ധി വല്ലാത്തൊരു ബുദ്ധിയാണ്. കാരണം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഈ സംഗതി യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് പുലർന്നു കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇന്ന് നമ്മളുടെ നാട്ടിലും മറ്റ് നാടുകളിലൊക്കെ പരിശോധിച്ചാൽ ആരാണ് വലിയ വലിയ സൗധങ്ങൾ പണിതുയർത്തുന്നത്? ഇനി സൗധം പണിതുയർത്തുന്നതിനെ സംബന്ധിച്ച് പറയുമ്പം തന്നെ അന്ത്യദിനത്തിൻ്റെ അടയാളം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതൊക്കെ ഈ ഹദീസ് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതൊന്നും ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നമുക്ക് തടസ്സാൻ പാടില്ലാത്തത് കൊണ്ട് ഈ ഹദീസൊക്കെ കെട്ടിണ്ടാക്കിയതാണെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ലോകത്ത് ഇന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു സംഗതി, പരമദരിദ്രരായിരുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഏതോ കാരണത്താൽ, അതവർ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതോ കാരണത്താലാവാം, സമ്പത്ത് കൈവരികയും അത് അവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫ് നാടുകളെ മൊത്തത്തിലെടുത്താൽ നമ്മൾക്കറിയാവുന്നൊരു സംഗതി, ഒരു കാലഘട്ടത്തിൽ കാരക്കയും വെള്ളവും കുടിച്ച് കാരക്ക തിന്നും വെള്ളം കുടിച്ചും ജീവിച്ചിരുന്ന ഇടയന്മാരായി കഴിഞ്ഞിരുന്ന അറബി സമൂഹം ഇന്ന് എത്രമാത്രം സാമ്പത്തിക രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഈ അറേബ്യയിൽ പോയിട്ട് ജോലി ചെയ്ത് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾ ഇവിടെ പരമദരിദ്രരായിട്ട് ഒരു 2 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരുന്ന ആളുകളാണ് ഗൾഫിലൊക്കെ പോയിട്ട് വലിയ സമ്പത്തൊക്കെ നേടിയിട്ട് ഇവിടെ വന്നിട്ട് ഈ വലിയ സൗധങ്ങൾ കെട്ടിപ്പോക്കണത്. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ ഒരു അവസരം വരാനുണ്ട്. സമ്പത്ത് വർദ്ധിക്കുകയും ആളുകൾ അത് ഏതോ നിലക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വലിയ സൗധങ്ങൾ പണിതുയർത്തുമെന്ന് പറഞ്ഞത്. ഈ വലിയ സൗധങ്ങൾ പണിതുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഗതി എന്താണ്? അവിടെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിത്തീരും എന്നുള്ളതാണ്. അവർ കുന്നുകളൊക്കെ ഇടിച്ചു തകർക്കും, വെള്ളക്കെട്ടുകളുള്ള നിലങ്ങൾ തോർക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നാഗരികതയുടെ വളർച്ചയിൽ സംഭവിക്കുന്ന ഈ സംഭവവികാസങ്ങളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിലൂടെ പറയുന്നത്, പ്രവചിക്കുന്നത്. ആ പ്രവചനം പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ മുസ്തഫയെ സംബന്ധിച്ച് അതൊന്നും കാണേണ്ടതില്ല. മൂപ്പർക്ക് ആകെ ഹദീസ് കെട്ടിണ്ടാക്കിയതാണ്. പുരോഹിതന്മാരാണ് അതിൻ്റെ ആളുകൾ. അവർ ഇതിനു വേണ്ടി എന്തൊക്കെ കാരണത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ്. അതിലൊന്നാണ് ദാരിദ്ര്യം അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി, അതും മൂലധന ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട്. അപ്പോൾ ഈ മൂലധന ശക്തികളിൽ നിന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് എത്രമാത്രം സമ്പത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പണ്ഡിതന്മാരിൽ ചിലർ തെറ്റായിട്ടുള്ള വഴിയിലൂടെ നീങ്ങില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ സഹാബിമാർ തൊട്ട് മുസ്തഫ എണ്ണുന്ന ഈ പൗരോഹിത്യം അവർ ഏത് രീതിയിലാണ് ജീവിച്ചു പോന്നിട്ടുള്ളത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഇസ്ലാമിക
രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ, അവർ വലിയ ആർഭാടത്തോടു കൂടി ജീവിച്ചിട്ടുള്ളവരല്ല. അവർ സമ്പത്തിൻ്റെ പിന്നാലെ പോയിട്ടുമില്ല. പിന്നെ ഹദീസിൽ വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങളാണ്. ഒരു പ്രത്യയശാസ്ത്രം, ഒരു ജീവിത രീതി എന്നൊക്കെയുള്ള രീതിയിൽ ഇസ്ലാം എല്ലാ മനുഷ്യരെയും മുമ്പിൽ കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാഞ്ഞാൽ അത്തരം ആളുകളോട് കയർത്തിട്ട് കാര്യമൊന്നുമില്ല. ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് സന്തുലിതമായിട്ടുള്ളൊരു ജീവിത രീതിയാണ്. അതേ അവസരം സമൂഹത്തിൽ സമ്പന്നരുണ്ടാകും, ദരിദ്രരുണ്ടാകും. ഈ സമ്പന്നരോട് എന്ത് പറയണം, ദരിദ്രരോട് എന്ത് പറയണം എന്നുള്ളത് അതും ഇസ്ലാം പരിഗണിച്ചിട്ടുള്ള സംഗതിയാണ്. ദരിദ്രരോട് നിങ്ങൾ ധനികന്മാരുടെ സമ്പത്തിൽ കണ്ണുവെക്കുകയും അത് പിടിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നല്ല ഇസ്ലാം പറയാം. അത് കമ്മ്യൂണിസത്തിൻ്റെ മാർഗമാണ്. അവരോട് ക്ഷമിക്കാൻ പറയും. നിങ്ങൾക്ക് സമ്പത്ത് നൽകാതിരിക്കുക, അത് അള്ളാഹു ചെയ്യുന്നൊരു സംഗതിയാണ്. നിങ്ങൾക്ക് സമ്പത്ത് കിട്ടിയിട്ടുള്ള ദാരിദ്ര്യമാണ് നിങ്ങളുടെ അനുഭവിക്കണമെങ്കിൽ നിങ്ങളതിൽ ക്ഷമിക്കുക. ക്ഷമിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണ്? ഇവിടെ ഹദീസിൽ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്നതാണ് മൂപ്പർക്ക് പിടിക്കാതെ പോയത്. എന്നാൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരെ കൂടെ ഉണ്ടെന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അതുപോലെ തന്നെ ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇതിനെ മുമ്പ് തൊട്ട് കളിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അവർ ഖുർആൻ്റെ ആളാണല്ലോ. അപ്പോൾ അതുകൂടി ഇനി തൊട്ടാൽ തനിക്ക് പിന്നെ സമൂഹത്തിൽ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല എന്നറിയാവുന്നത് കൊണ്ട് ഖുർആനിലേക്ക് മുമ്പ് വല്ലാണ്ട് പോവില്ല. ഹദീസിലുള്ള ഇത്തരം പ്രയോഗങ്ങളെയാണ് മുമ്പ് കടന്നു പിടിക്കുക. അത് കേൾക്കാൻ രസമുണ്ടാവും, ആളുകൾക്ക് കുറച്ച് ആളുകളെങ്കിലും അതിന് അനുയായികളായിട്ട് കിട്ടും ചെയ്യും. അതുകൊണ്ട് പുരോഹിതന്മാർ പറയുമ്പോൾ സഹാബിമാരടക്കമുള്ള പുരോഹിതന്മാർ ഈ ദാരിദ്ര്യത്തെ അടക്കിട്ടുറപ്പിക്കാൻ പാകത്തിലാണ് അവർ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഈ ഹദീസ്. അതായത് പിന്നെ ദരിദ്രരായിട്ടുള്ള ആട്ടിടയന്മാരായിട്ടുള്ള ഉടുതുണിക്ക് മറുതുണില്ലാത്ത, അതുപോലെ തന്നെ ചെരുപ്പില്ലാത്ത ആളുകൾ യതതാവലൂന ഫിൽ ബുന്യാൻ എന്ന് പറയുന്ന ഈ ഹദീസ് അത് മൂപ്പർ കൈകാര്യം ചെയ്തു. രണ്ടാമത്തെ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ച അദ്ദുന്യാ സിജനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ എന്നുള്ള. ദുന്യാവ് പറഞ്ഞാൽ സത്യവിശ്വാസിയുടെ ജയിലാണ്, നിഷേധിയുടെ സ്വർഗവുമാണ്. ഇതിലും ദാരിദ്ര്യമാണ് മൂപ്പർ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആശയം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ജയിലിലുള്ള സ്വാതന്ത്ര്യം എത്ര ഉണ്ടാവും എന്നുള്ളത്. ജയിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എപ്പോഴാണോ അവർ സെല്ലിലേക്ക് ജയിൽ പുള്ളിയെ കടത്തുന്നത് അപ്പോൾ അവർ കടന്നുകൊള്ളണം. അവിടുന്ന് എപ്പോഴാണോ അയാൾക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ജയിലിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങാൻ അനുവാദം കിട്ടുന്നത് ആ സമയത്ത് കുറഞ്ഞ സമയമാണ് അയാൾക്കാരുടെ അനുവാദം കിട്ടുക. അതുപോലെ തന്നെ ജയിലിൽ ഇയാൾ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങൾക്കും ഒരു ലിമിറ്റുണ്ട്, പരിധിയുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അയാൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, അയാളുടെ ജീവിതത്തിൻ്റെ അതിരുവരമ്പുകൾ ഏതാണ്, പരിധി ഏതാണെന്നൊക്കെ അള്ളാഹു തന്നെ ഖുർആനിലൂടെ നിർണ്ണയിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. എന്നാൽ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം നിഷേധി ഖുർആനോ അല്ലെങ്കിൽ അതുപോലുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് അയാൾക്ക് എങ്ങനെയും സഞ്ചരിക്കാം, എങ്ങനെയും ജീവിതം കഴിച്ചു കൂട്ടാം. ഇതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ അദ്ദുന്യാ സിജനുൽ മുഅ്മിൻ ജന്നത്തുൽ കാഫിർ എന്നുള്ളത്. ഖുർആൻ തന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താണ്? സൂറത്ത് മുഹമ്മദിൽ വല്ലദീന കഫറു യതമത്തഊന വയഅ്കുലൂന കമാ തഅ്കുലുൽ അൻആമൂന. നിഷേധികൾ അവർ സുഖിക്കുന്നു, അവർ തിന്നുന്നു, ഏതുപോലെ? കമാ തഅ്കുലുൽ അൻആം, കാലികൾ തിന്നുന്നത് പോലെയാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, ഹറാം ഹലാലുകളില്ലാതെ ജീവിക്കുന്ന ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുനിയാവ് സ്വർഗ്ഗമാണ്. കാരണം നിയന്ത്രണമില്ലല്ലോ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് അതിനെ ഇവിടെ ഒരു ജയിലിനോട് തുലനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തുലനം ചെയ്യുമ്പോൾ ഈ തുലനത്തെ അക്ഷരാർത്ഥത്തിലെടുക്കണമോ, അതിൻ്റെ ഈ തുലനം ഏത് രംഗത്താണ്, ഈ ഉപമ അത് പരിഗണിച്ചുകൊണ്ടാണോ അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും ഈ ഒരു പുരോഹിതൻ അറിയില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് മഹാകഷ്ടം എന്നേ നമ്മൾക്ക് പറയാനുള്ളൂ.